കൂട്ടുകാരെ, ഇന്ന് നമ്മൾ RRB Group Dയുടെ ഒരു പ്രീവിയസ് പേപ്പർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ₹720 was divided among A, B, C, D, E. The sum received by them was in ascending order and in arithmetic progression. അതായത് 720 രൂപ 5 പേർക്ക് ഡിവൈഡ് കൊടുത്തു. ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ സം എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിലാണ്, അതുപോലെ അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണ്, അതായത് AP-യിലാണ്. ഈ റിസീവ്ഡ് ₹40 മോർ ദാൻ എ. ഇക്ക് എനേക്കാൾ 40 രൂപ കൂടുതൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ബി റിസീവ്? ബിക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവർക്ക് കിട്ടിയ സമ്മ് അസെൻഡിങ് ഓർഡറിലാണ്, അതുപോലെ AP-യിലാണ്. AP എന്ന് പറഞ്ഞാൽ എന്താ? എയോടൊപ്പം ഒരു നമ്പർ കൂട്ടി കഴിഞ്ഞാൽ ബി കിട്ടും, ബിയുടെ ഒപ്പം അതേ നമ്പർ കൂട്ടിയാൽ സി കിട്ടും, അതേ നമ്പർ കൂട്ടിയാൽ ഡി, അതേ നമ്പർ കൂട്ടിയാൽ ഇ. അപ്പോൾ നമ്മൾ ഈ കൂട്ടി പോകുന്ന നമ്പറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. മലയാളത്തിൽ അതിനെ പൊതുവ്യത്യാസം എന്ന് വിളിക്കും. നമുക്കതിനെ ഡി എന്ന് വിളിക്കും. ഇനി നോക്കി, ഇക്ക് എനേക്കാളും 40 രൂപ കൂടുതൽ കിട്ടി. നോക്കി, എയോടൊപ്പം ഈ പൊതുവ്യത്യാസം 1, 2, 3, 4 4 കൂട്ടുമ്പോഴല്ലേ ഇ കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 4D അല്ലേ. അപ്പോൾ 4D എന്ന് പറയുന്നത് 40. അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ 5 പേരുണ്ട്. 5 പേരും AP-യിലാണ് കിടക്കുന്നത്. ഈ AP കിടക്കുന്നതുകൊണ്ട് ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് ഈ നടുക്കത്തെ നമ്പറായിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ സമ്മ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവറേജ് കിട്ടാൻ വേണ്ടി ബൈ 5 ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 5, 2, 4, 2, 4 144. 144 ഇവരുടെ ആവറേജ്. അപ്പോൾ ഈ നടുക്ക് കിടക്കുന്ന സി എന്ന് പറയുന്നത് 144. അപ്പോൾ സി 144 ആണെങ്കിൽ ബി കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് ഈ 10 കുറച്ചാൽ പോരെ. അപ്പോൾ ബിയുടെ ആൻസർ കിട്ടി 134. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പോർട്രേറ്റ് ദ ക്യാരക്ടർ ഓഫ് അലാവുദ്ദീൻ ഖിൽജി ഇൻ ദ കോൺട്രവേഴ്സ്യൽ മൂവി പത്മാവത്? പത്മാവത് എന്നുള്ള മൂവിയിൽ അലാവുദ്ദീൻ ഖിൽജിയായിട്ട് അഭിനയിച്ച ആരാന്ന് ചോദിച്ചേക്കുന്നത്. സിനിമ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, രൺവീർ സിംഗ് ആണ് അലാവുദ്ദീൻ ഖിൽജിയായിട്ട് അഭിനയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ ഇൻ ദ US ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ ലാസ് വെഗാസ് ഇൻ April 2017? അതായത് 2017 ഏപ്രിലിൽ ലാസ് വെഗാസിൽ വെച്ച് നടന്ന US ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയെന്ന്. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് വന്ന ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 16 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദയാനന്ദ സരസ്വതി വാസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിഷൻസ്? താഴെ തന്നേക്കുന്നതിൽ ഏത് മിഷൻ്റെ ഫൗണ്ടറാണ് ദയാനന്ദ സരസ്വതി എന്ന് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻസ് നോക്കി, ബ്രഹ്മസമാജിൻ്റെ ഫൗണ്ടർ രാജാറാം മോഹൻ റോയ് ആണ്, ചിന്മയ മിഷൻ്റെ ഫൗണ്ടർ ചിന്മയാനന്ദ സരസ്വതി, ആര്യസമാജിൻ്റെ ഫൗണ്ടറാണ് ദയാനന്ദ സരസ്വതി. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി പ്രാർത്ഥന സമാജിൻ്റെ ഫൗണ്ടറാണ് ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് എർത്ത് ഇസ്? എർത്തിൻ്റെ മാസ് എത്രയാണ്? എർത്തിൻ്റെ മാസ് എത്രയാണെന്ന് അറിയാം? 624 kg ആണ്. ഇത് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവോഗാഡ്രോ നമ്പർ കിടപ്പുണ്ട്. അത് എത്രയാണ്? 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ 10⁻23 കുത്താനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് റോങ് ആൻസറാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടൈം ഇൻ ദ ഫോളോയിങ് സീരീസ്. അതിനകത്ത് അടുത്ത ടൈം കണ്ടുപിടിക്കുക. നോക്കി, 5, 7, 11, 17. 5ൻ്റെ കൂടെ 2 കൂട്ടിയ 7, 7ൻ്റെ കൂടെ 4 കൂട്ടിയ 11, 11ൻ്റെ കൂടെ 6 കൂട്ടിയ 17, 2, 4, 6. അടുത്ത എത്ര ആയിരിക്കും? 8 ആയിരിക്കും. 17 8ഉം 25. 25 2 ഓപ്ഷൻ ഉണ്ട്. ഇനി നോക്കി, I, J, J, K, L, L, M, N, O. അപ്പോൾ അതായത് ഐയുടെ ഒപ്പം 1 കൂട്ടിയ J, ജെയുടെ 2 കൂട്ടിയ L, എല്ലിൻ്റെ ഒപ്പം 3 കൂട്ടിയ O. ഇനി ഓടൊപ്പം 4 കൂട്ടിയ എത്രയാണ്? O കഴിഞ്ഞിട്ട് P, Q, R, S. അപ്പോൾ 25S. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, കുറച്ച് അസംഷൻസ് തന്നിട്ടുണ്ടാവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ അസംഷൻസ് ആണ് ട്രൂ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ തന്നേക്കുന്നത്? ഐ നീഡ് യുവർ നോട്ട്സ് ടു സ്റ്റഡി. എനിക്ക് നിൻ്റെ നോട്ടുകൾ പഠിക്കാനായിട്ട് വേണം. സെറ്റ് സ്റ്റുഡൻറ്റ് 1 ടു സ്റ്റുഡൻറ്റ് 2. സ്റ്റുഡൻറ്റ് 2നോട് സ്റ്റുഡൻറ്റ് 1 പറയുകയാണ് എനിക്ക് പഠിക്കാനായിട്ട് നിൻ്റെ നോട്ടുകൾ വേണം. ഇനി തന്നിരിക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണ്? സ്റ്റുഡൻറ്റ് 2 ഹാസ് പ്രിപ്പയർഡ് നോട്ട്സ്. സ്റ്റുഡൻറ്റ് 2 നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അത് ശരിയല്ലേ? നോക്കി, ആദ്യത്തവൻ രണ്ടാമത്തവൻ്റെ അടുത്താണ് നോട്ട് ചോദിച്ചത്. അപ്പോൾ രണ്ടാമത്തവൻ എന്തായാലും നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഒന്നാമത്തവൻ ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് വൺ ഓക്കെയാണ്. രണ്ടാമത്തെ നോക്കി, സ്റ്റുഡൻറ്റ് 1 വാണ്ട്സ് ടു വെരിഫൈ ഹിസ് അണ്ടർസ്റ്റാൻഡിങ്. ഒന്നാമത്തവന് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണമെന്ന്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? നോക്കി, ഐ നീഡ് യുവർ നോട്ട്സ് ടു സ്റ്റഡി സെഡ് സ്റ്റുഡൻറ്റ് 1. അപ്പോൾ ആദ്യത്തവൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് പഠിക്കാനായിട്ട് നിൻ്റെ നോട്ട് വേണം, അല്ലാതെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ പറയാൻ പറ്റത്തില്ല ശരിയാണെന്ന്. അപ്പോൾ ആദ്യത്തെ മാത്രമേ വരത്തുള്ളൂ. ഓപ്ഷൻ 1 ഓൺലി 1 ഇസ് ഇംപ്ലിസിറ്റ്. ഫസ്റ്റ് 1 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ഇവിടെ ഈ ഇംപ്ലിസിറ്റിൻ്റെ മീനിങ് എന്താണെന്ന് പറയട്ടെ, ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതിനുള്ളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ഇംപ്ലിസിറ്റിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 trains, one 152.5 meter long and the other 157.5 meter long, coming from opposite directions crossed each other 9.3 seconds. അതായത് 2 ട്രെയിൻ, രണ്ടിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്, രണ്ടും 9.3 സെക്കൻഡിൽ ക്രോസ് ചെയ്ത് പോയി. ദ കമ്പൈൻഡ് സ്പീഡ് ഓഫ് ദ 2 trains എവരി അവർ വിൽ ദെൻ ബി. അതായത് ഇവരുടെ കമ്പൈൻഡ് സ്പീഡ് എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ 2 ട്രെയിനും ക്രോസ് ചെയ്ത് പോകല്ലേ. ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിലും ഓവർടേക്ക് ചെയ്യുവാണെങ്കിലും ഇവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവരുടെ ലെങ്ത്തിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ എത്രയുള്ള ലെങ്ത്തിൻ്റെ സമ്മ? ഇവിടെ 152.5, ഇവിടെ 157. അപ്പോൾ 150 കൂട്ടി 300, 309, 310, മൊത്തം 310 മീറ്ററാണ് ഇവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇനി ഇവരുടെ ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 9.3 സെക്കൻഡ്. ഇനി ചോദിച്ചിരിക്കുന്ന കമ്പൈൻഡ് സ്പീഡാണ്, അതായത് റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസിനെ ടൈം വെച്ചിട്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 310 ഡിവൈഡഡ് ബൈ 9.3. ഇനി നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറില്ല, ഇവിടെ ഇട്ടേക്കുന്ന ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും. അപ്പോൾ ഈ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി ഈ സെക്കൻഡിനെ അവർ ആക്കാൻ വേണ്ടിയിട്ട് 60 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മിനിറ്റ് ആവും. വീണ്ടും 60 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ അവർ ആവും. ഈ 60 മേളിൽ പോകും. അപ്പോൾ ഇൻറ്റു 60 ഇൻറ്റു 60. ഇവിടെ 9.3 ഇല്ലേ, ഇവിടെ നിന്ന് ഒരു 10 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 93 ആവും. അപ്പോൾ ഇവിടുത്തെ 0 പോവും, ഈ പോയിൻ്റ് പോവും. ഇനി 31 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 93. ഈ 3 മുകളിലേക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 20 വരും. ഇനി ഇവിടെ 2 0 ഉണ്ട്, ആ 2 0 ഇവിടെ പോയി. 60 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 120 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ വിച്ച് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹാവ് എ കംപ്ലീറ്റ് ഔട്ടർ ഷെൽ? നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ലാസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഉള്ളത് ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാ? ലാസ്റ്റ് ഗ്രൂപ്പിലല്ലേ? അതേതാ? 18ാമത്തെ ഗ്രൂപ്പ്. കാരണം എന്താ? ഇതിനകത്ത് ഏറ്റവും മേളിൽ കിടക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ഹീലിയം. ഹീലിയത്തിൻ്റെ അറ്റോം നമ്പർ 2, അതിൻ്റെ കൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2. ഇത് കംപ്ലീറ്റ് ഫില്ല. പിന്നെ അതിൻ്റെ അടിയിൽ ഏതാ? നിയോൺ ആണ്. നിയോണിൻ്റെ അറ്റോം നമ്പർ 10, കൺഫിഗറേഷനോ 28. ആണോ? ലാസ്റ്റ് ഷെല്ലിൽ 8, അത് കംപ്ലീറ്റ് ഫില്ല. അതിൻ്റെ അടിയിൽ പിന്നെ വരുന്നത് ആർഗണാണ്. ആർഗണിൻ്റെ അറ്റോം നമ്പർ 18, കൺഫിഗറേഷനോ 288. കണ്ടോ? ഇത് ഒക്ടറ്റാണ്, കംപ്ലീറ്റാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് കിടക്കുന്നു ഓപ്ഷൻ ബി. അപ്പോൾ ഈ ലാസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ഫിൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി പുതിയ ഇലക്ട്രോൺ വരുമോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രോൺ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ 18ാമത് ഗ്രൂപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ റിയാക്ഷനുകളിലൊന്നും പങ്കെടുക്കത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് എന്ന് വിളിക്കും, റിയാക്ഷനൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ടൈം ഇൻ ദ സീരീസ്? ഇത് നോക്കിയിട്ട് അടുത്ത ടൈം കണ്ടുപിടിക്കുക. നോക്കി, ബി ഉണ്ട്, ഡി, എഫ്, ബി, സി, ഡി. ബിയുടെ ഒപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ ഡി കിട്ടും. ഡി കഴിഞ്ഞിട്ട് ഡി, ഇ, എഫ് 2 കൂട്ടിക്കഴിഞ്ഞാൽ എഫ് കിട്ടും. അപ്പോൾ അടുത്തതായിരിക്കും എഫ്, ജി, എച്ച്. ഇനി നോക്കി, ഇവിടെ 25 ഉണ്ട്, 23 ഉണ്ട്, 21 ഉണ്ട്. 2 വെച്ച് കുറഞ്ഞു പോകാം. അപ്പോൾ അടുത്തതായിരിക്കും 19. എച്ച് 19 ഏതെങ്കിലും ഉണ്ടോ നോക്കി, ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആൻസർ ഫിഗർ വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഗിവൺ പ്രോബ്ലം ഫിഗർ? നോക്കി, ഇവിടെ ഒരു വരയുണ്ട്, 2 വട്ടം ചേർന്നിരിക്കുന്നു. ഇവിടെ ഒരു വരയുണ്ട്, 2 വട്ടം അകന്നിരിക്കുന്നു. ഇവിടെ ഒരു വരയുണ്ട്, 2 ചതുരം ചേർന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത് 2 ചതുരം അകന്നിരിക്കുന്നതായിരിക്കത്തില്ലേ? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ ടു ദ മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ്. ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്? ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1H1, ഓക്സിജൻ എന്ന് പറയുന്നത് OH16, മാസ് നമ്പർ 116 അല്ലേ? അപ്പോൾ റേഷ്യോ 1:16 ആണ്. പക്ഷേ ഇവിടെ അത് തന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇത് മോളിക്യൂൾ ആണെങ്കിലോ, ഇപ്പോൾ ഹൈഡ്രജൻ H2, ഓക്സിജൻ O2 ആണെങ്കിലോ ഇത് തന്നെ റേഷ്യോ വരത്തുള്ളൂ. കാരണം എന്താ? 2H ഉണ്ടെങ്കിൽ മാസ് 2 യൂണിറ്റ് വരും. ഓക്സിജൻ 2 ഉണ്ടെങ്കിലോ 16 × 2 32 വരും. വെട്ടിക്കഴിഞ്ഞാൽ 1:16 വരണ്ടേ? തന്നിരിക്കുന്ന ഓപ്ഷനിലപ്പോൾ എററുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഹോസ്റ്റ് ദ അക്കാഡമി അവാർഡ്സ് ഫോർ എക്സലൻസ് ഇൻ സിനിമ എവരി ഇയർ? അതായത് നമ്മുടെ ഓസ്കാർ അവാർഡ് ഫംഗ്ഷൻ എല്ലാ വർഷവും ഏത് കൺട്രിയിൽ വെച്ച് നടത്തുന്നത് ചോദിച്ചേക്കുന്നത്? ഏത് കൺട്രിയാണെന്ന് അറിയാമോ? USA-ലാണ്. ഇനി ഇത് എവിടെ വെച്ച് നടത്തുന്നതെന്ന് അറിയാമോ? ലോസ് ഏഞ്ചൽസിലുള്ള ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 തൊട്ടുള്ള എല്ലാ ഓസ്കാർ അവാർഡ് ഫംഗ്ഷനും ഈ ഡോൾബി തിയേറ്ററിൽ വെച്ച് നടത്തുന്നത്. മനസ്സിലായോ? ഈ ലോസ് ഏഞ്ചൽസ് എവിടെയാണെന്ന് അറിയാമോ? കാലിഫോർണിയയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ 1 molecule ഓഫ് വാഷിംഗ് സോഡ?
ഒരു മോളിക്യൂൾ വാഷിംഗ് സോഡയ്ക്കകത്ത് എത്ര മോളിക്യൂൾ വാട്ടർ ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ഈ വാഷിംഗ് സോഡയുടെ ഫോർമുല എന്താ? Na2CO3 പ്ലസ് 10H2O. അപ്പോൾ നോക്കി എത്ര വാട്ടർ മോളിക്യൂളുണ്ട്? 10 എണ്ണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വാഷിംഗ് സോഡ പോലത്തെ വേറൊരു സാധനമുണ്ട്, ബേക്കിംഗ് സോഡ. അതിൻ്റെ ഫോർമുല NaHCO3. ഓക്കെ, മാറിപ്പോരുത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഇസ് സത്യാവർത്ത് കാടിയൻ ഈസ് റിലേറ്റഡ് ടു? സത്യാവർത്ത് കാടിയൻ ഇതിനകത്ത് ഏത് സ്പോർട്സ് എന്ന് വെച്ചേക്കുന്നത്? ഇത് നിങ്ങൾക്കറിയാം, റെസ്ലിംഗ് ആണ്. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ റെസ്ലർ സാക്ഷി മാലിക്കില്ലേ, പുള്ളിക്കാരത്തി ഇദ്ദേഹത്തെയാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഫോം മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ? താഴെ നിൽക്കുന്നതിനകത്ത് ഏത് മെറ്റലാണ് സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്ത് ആ മെറ്റലിൻ്റെ മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഈ കോപ്പർ സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്തില്ല, സിൽവർ സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്തില്ല, ലെഡ് സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്തില്ല, അലുമിനിയം സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് അലുമിനിയം ഓക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവും. റിയാക്ഷൻ ഒന്ന് നോക്കാം. അലുമിനിയം പ്ലസ് സ്റ്റീം എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ വേപ്പർ അല്ലേ, അപ്പോൾ പ്ലസ് H2O. എന്താ കിട്ടുന്നത്? Al2O3 പ്ലസ് H2. ഇതിപ്പോൾ ബാലൻസ് ചെയ്തിട്ടില്ല. ബാലൻസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ അലുമിനിയം 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം കിട്ടും. ഇനി ഇവിടെ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഓക്സിജൻ 1 എണ്ണം ഉള്ളൂ, ഇപ്പോൾ ഇവിടെ 3 കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ 6 എണ്ണമായി, ഇവിടെ 2 എണ്ണം ഉള്ളൂ, ഇപ്പോൾ ഇവിടെ 3 ഇടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ ഗിവൺ ബൈ 1, 2, -4, -3 ആൻഡ് 4, 1 ഈസ്. അതായത് നമുക്ക് ഒരു ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് വന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതിനെ നമ്മൾ x1 y1 എന്ന് വിളിക്കും, ഇതിന് x2 y2 എന്ന് വിളിക്കും, ഇതിന് x3 y3 എന്ന് വിളിക്കും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് അകത്ത് x1 - x2, ഇവിടെ y1 - y2, ഇവിടെ x1 - x3, ഇവിടെ y1 - y3. ഇതങ്ങ് ചെയ്താൽ മതി. നോക്കി, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് അകത്ത് x1 - x2, 1 - -4, അത് 1 + 4 5 എന്ന് വരും. ഇനി x1 - x3, 1 - 4 എത്ര വരും? -3. ഇനി y1 - y2, 2 - -3 എത്ര കിട്ടും? 5. y1 - y3, 2 - 1 എത്ര കിട്ടും? 1. ഇനി ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ടു 1/2 ഇൻറ്റു 5 5 മൈനസ് 5 ഇൻറ്റു -3 -15. അപ്പോൾ ഇവിടെ പ്ലസ് ആവും. അപ്പോൾ 15 × 20. അപ്പോൾ 1/2 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും ആൻസർ. നോക്കി, 10 സ്ക്വയർ യൂണിറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. ചെയ്തെങ്ങനെയാണ് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. President Ramnath Kovind has felicitated dash exceptional women achievers at Rashtrapati Bhavan in New Delhi. These first ladies are those who are first to set milestone of achievement in their respective fields. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ജനുവരിയിൽ പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന ചില ഫീൽഡുകളിൽ ആദ്യമായിട്ട് കടന്നു വന്ന് അവരുടേതായ കഴിവ് തെളിയിക്കുകയും അതുപോലെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത 112 ചേച്ചിമാരെ നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് ആദരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എത്ര പേരാണ് ആദരിച്ചതെന്ന് ചോദിച്ചേക്കുന്നത്? എത്രയും 112 പേരായി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ HCF ഓഫ് 2 കോപ്രൈം നമ്പേഴ്സസ്. 2 കോപ്രൈം നമ്പറിൻ്റെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഈ കോപ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 2 നമ്പർ, അതിന് കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ഒരു നമ്പർ കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ 8 ഉം 15. കണ്ടോ, 8ൻ്റെ ഫാക്ടർ 2, 15ൻ്റെ ഫാക്ടർ 3, 5. കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, 1 മാത്രമല്ലേ ഉള്ളൂ കോമൺ ഫാക്ടർ. അതുപോലെ 9 ഉം 16 കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, 1 മാത്രമുണ്ട്. ഇങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ കോപ്പറൈൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഈ കോപ്പറൈൻ നമ്പേഴ്സിൻ്റെ HCF ആണ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ. നോക്കി, കോപ്പറൈൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് ആപ്പാടെ 1 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. അപ്പോൾ 1 തന്നെയാണ് HCF. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ബാധിക്കാത്ത ഘടകമെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, അതിന് നടക്കുന്ന ലെങ്ത്ത് കൂട്ടിയ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആൻസർ ഇതല്ല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ കട്ടി. അപ്പോൾ ഈ കട്ടി കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ആൻസർ ഇതല്ല. ഇനി പ്രഷർ കൂട്ടി കുറയ്ക്കുകയും ചെയ്താലും ഈ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ ഈ പ്രഷർ ബാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി മെറ്റീരിയൽ, ഓരോ മെറ്റീരിയൽ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയാൽ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. cos square theta plus 1/cosec square theta plus 17 equal to x. What is the value of x square? നോക്കി, ഇവിടെ 1/cosec square theta ഉണ്ട്. ഈ 1/cosec theta ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് sin theta കിട്ടും. അപ്പോൾ 1/cosec square theta ചെയ്ത് കഴിഞ്ഞാൽ sin square theta കിട്ടും. അപ്പോൾ cos square theta plus sin square theta
പ്ലസ് 17 ഈക്വൽ ടു എക്സ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതിന് വരെ നമുക്ക് 1 തരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ എത്ര കിട്ടി? 18 കിട്ടി. ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ അല്ലേ? 18 സ്ക്വയർ എത്രയാണ്? 326. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഫിഗേഴ്സ് ബിയേഴ്സ് ദ ക്ലോസസ്റ്റ് റിസംബ്ലൻസ് ടു ദ ക്വസ്റ്റ്യൻ ഫിഗർ? അത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഫിഗർ ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതിനകത്ത്? ഓപ്ഷൻ ബി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ തീം ഓഫ് ദ 2016 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ ഇൻ വിച്ച് സോനം കപൂർ വൺ ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്സ് ഫോർ ഹെർ പെർഫോമൻസ് ഇൻ നിർജ ബനോട്ട്സ് ബയോപിക് നിർജ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 2016 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ തീം ഏതായിരുന്നു എന്ന്? അത് ഫീമെയിൽ എംപവർമെൻറ്റ്. പിന്നെ ഇതിൽ വേറെ കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോനം കപൂറിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയായിരുന്നു. ഏത് മൂവിക്കാണ്? നീർജ എന്നുള്ള മൂവിക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? ഈ പടത്തിൽ എത്ര ത്രികോണം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് എണ്ണിപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിളുള്ള എത്ര ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഇപ്പോൾ ഒരു ട്രയാങ്കിളുള്ള 8 ഉണ്ട്. ഇനി 2 ട്രയാങ്കിളുള്ള എത്ര ഉണ്ടെന്ന് നോക്കി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. അപ്പോൾ 4 ട്രയാങ്കിളായി. ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇപ്പോൾ 4 2 6 ട്രയാങ്കിളായി. ഇനി 3 ട്രയാങ്കിളുള്ള ഫിഗർ ഉണ്ടോ എന്ന് നോക്കി. 3 ട്രയാങ്കിളുള്ളത്, 3 ട്രയാങ്കിളുള്ള ഫിഗർ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി 4 ട്രയാങ്കിളുള്ള ഫിഗർ ഉണ്ടോ എന്ന് നോക്കി. 1 2 3 4. ഇതേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. വേറെ 4 ട്രയാങ്കിളുള്ള ഫിഗർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. ഇനി പുറത്തുള്ള വലിയ ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം എത്രയായി? 8 2 10, 10 7 17 ട്രയാങ്കിളുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ബാഡ്മിൻ്റൺ പ്ലെയർ ഹു വൺ ഹിസ് മെയ്ഡൻ സൂപ്പർ സീരീസ് ടൈറ്റിൽ ഇൻ സിംഗപ്പൂർ ഇൻ ഏപ്രിൽ 2017. അതായത് 2017 ഏപ്രിൽ സിംഗപ്പൂർ വെച്ച് നടന്ന വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ സൂപ്പർ സീരീസിലെ കപ്പ് അടിച്ചത് ആരാന്ന് ചോദിച്ചേക്കുന്നത്? ആരാന്നറിയോ? സായ് പ്രണീതാണ്. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത പാട്ടില്ല. പിന്നെ ഇന്ന് നമ്മൾ ചെയ്ത് 25 ക്വസ്റ്റ്യൻ്റെ അകത്ത് 6 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, 5 ക്വസ്റ്റ്യൻ മാത്സ് ഉണ്ടായിരുന്നു, 8 ക്വസ്റ്റ്യൻ GK ഉണ്ടായി, പിന്നെ 6 ക്വസ്റ്റ്യൻ റീസണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.